Hi guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത്. വേർഡ്പ്രസ് വെബ്സൈറ്റ് എപ്പോഴാണ് നമുക്ക് ബാക്കപ്പ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് അപ്ഡേഷൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലഗിൻസ് ആഡ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ മുമ്പാണ് നമുക്ക് വേർഡ്പ്രസ്സിൽ ബാക്കപ്പ് എടുക്കേണ്ടത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ പ്ലഗിൻസിൽ പോകാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പ്ലഗിൻ നമുക്ക് സെർച്ച് ചെയ്യാം. പ്ലഗിൻ്റെ പേരാണ് അപ്ഡ്രാഫ്റ്റ് പ്ലസ് ബാക്കപ്പ്. ഈ ഫസ്റ്റ് കാണുന്ന ഈ പ്ലഗിനാണ് അപ്ഡ്രാഫ്റ്റ് പ്ലസ് വേർഡ്പ്രസ് ബാക്കപ്പ് പ്ലഗിൻ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോകാം. ഇവിടെയുണ്ട് സെറ്റിങ്സ്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ ഇവിടെ നമുക്ക് അപ്ഡ്രാഫ്റ്റ് പ്ലസ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ബാക്കപ്പ് എടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ബാക്കപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന 3 ചെക്ക് ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കപ്പ് നൗ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും റിക്വസ്റ്റിംഗ് സ്റ്റാർട്ട് ഓഫ് ബാക്കപ്പ്. ഇവിടെ ഇപ്പം കാണാൻ കഴിയുന്നുണ്ട് ബാക്കപ്പ് ഹാസ് ഫിനിഷ്ഡ് റണ്ണിങ്. അപ്പം ഇവിടെ ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കപ്പ് കാണാൻ കഴിയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇപ്പോഴത്തെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോഴത്തെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ഇതാണ്. 1 പേജ് വെബ്സൈറ്റിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റിൻ്റെ പേജ് വന്നിട്ട് ഡാഷ്ബോർഡിൽ വന്നിട്ട് അതിൻ്റെ പേജ് വരാം. പേജസിൽ വന്നിട്ട് നമുക്കിത് ത്രാഷ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ത്രാഷിൽ. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ത്രാഷ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എംപ്റ്റി ത്രാഷ് നമുക്ക് ചെയ്യാം. എംപ്റ്റി ത്രാഷ് ചെയ്തപ്പോൾ നമുക്കിവിടെ നമ്മുടെ എല്ലാ പേജസും ഡിലീറ്റ് ആയിട്ടുണ്ട് ത്രാഷിലുള്ള. ഇനി അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതുപോലാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജിൻ്റെ ഡിസൈൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹോം പേജിൻ്റെയോ അല്ലെങ്കിൽ സാധാരണ ഒരു പേജിൻ്റെ ഡിസൈനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്കിത് റീസ്റ്റോർ ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്ഡ്രാഫ്റ്റ് പ്ലസ് ബാക്കപ്സിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന നമ്മുടെ ഈ ബാക്കപ്പിനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. ഇവിടെ നമുക്ക് കാണുന്ന എല്ലാ ചെക്ക് ബോക്സിലും നമുക്ക് ചെക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ റീസ്റ്റോർ എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് റീസ്റ്റോർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ റിട്ടേൺ ടു അപ്ഡ്രാഫ്റ്റ് പ്ലസ് കോൺഫിഗറേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് പഴയ പോലെ റീസ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.